ഹലോ, വെൽക്കം ടു നിഷാസ് വ്ലോഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. എന്നൊരു മിനി വ്ലോഗാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വൈകുന്നേരത്തെ നമ്മളൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. ഈവനിങ്സ് നമുക്ക് ചായക്ക് എന്തെങ്കിലും കടിയൊക്കെ വേണ്ടേ. അപ്പം മോളൊന്ന് ലീവായതുകൊണ്ട് വീട്ടിലുണ്ട്. അപ്പോൾ അവൾക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേവിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞു പഴംപൊരി ഉണ്ടാക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും പഴംപൊരി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പഴംപൊരി ഉണ്ടാക്കാം. അപ്പോൾ അരക്കിലോ പഴം ഞാൻ രാവിലെ വാങ്ങി വെച്ചായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം അരക്കിലോ അല്ല, കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. 4 പഴമുണ്ട്, ഇത്രയൊന്നും വേണ്ട. ഞാൻ എന്തായാലും 2 ഉണ്ടാക്കാൻ പോകണുള്ളൂ കേട്ടോ. ഇതിലൊരു 10 ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഇതൊക്കെ മതിയല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും പഴംപൊരി ഉണ്ടാക്കാം. പക്ഷേ ഇതിന് നമുക്ക് ഇനി 2 സാധനം കൂടി ആവശ്യമുണ്ടല്ലോ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ മൈദ വേണം. മൈദയും അരിപ്പൊടിയാണ് പഴംപൊരി ഉണ്ടാക്കാൻ മെയിനായിട്ട് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അതാ മൈദയുണ്ട്, പിന്നെ അതാ കുറച്ച് അരിപ്പൊടിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യണം. പിന്നെ മാവ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് പഞ്ചസാര, പിന്നെ അതുകൊണ്ട് ഉപ്പ്, അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് മാവ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പഴം ഒന്ന് മുറിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പഴം ഒന്ന് നൈസായിട്ട് മുറിച്ച് വെക്കണം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പറയാത്ത പോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ്സ് ഒക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ എല്ലാത്തിനും ഒരു പ്രചോദനം ആവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് നമ്മുടെ പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ നൈസായിട്ട് കട്ട് ചെയ്യണം. നൈസായി വന്നിട്ട് ഇത്തിരി കട്ടി വന്നു കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് അടുത്തത് ശരിയാക്കാം. അപ്പോൾ നമ്മൾ ഒരു പഴത്തിൽ ഒരു 5 എണ്ണമൊക്കെ കിട്ടും കേട്ടോ. നല്ല നൈസായിട്ട് മുറിക്കുകയാണെങ്കിൽ. പഴംപൊരി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറുപ്പം മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരം എന്ന് പറഞ്ഞാൽ പഴംപൊരിയാണ്. പണ്ടൊക്കെ നമ്മൾ ഈ ചായക്കടയിലൊക്കെ വാങ്ങിക്കുമല്ലോ. എനിക്ക് പോകാൻ വരുന്നത് എന്താണെന്നറിയോ, ചെറുപ്പത്തിൽ ഞാൻ മാമൻ്റെ അവിടെയൊക്കെ വിരുന്ന് പോകുമല്ലോ അമ്മയുടെ കൂടെ. സ്കൂൾ വെക്കേഷനൊക്കെ മാമൻ്റെ അവിടെ വിരുന്നൊക്കെ പോകുമ്പോൾ അവിടെ മാമൻ എപ്പോഴും വൈകുന്നേരമായ ചായക്കടയിൽ പോയിട്ട് ഇങ്ങനത്തെ പലഹാരങ്ങൾ വാങ്ങിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് പഴംപൊരിയാണ് വാങ്ങിട്ട് വരിക. അവിടുത്തെ പഴംപൊരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് ആളൂരാണ് കേട്ടോ. ആളൂർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്നറിയില്ല. ഗുരുവായൂർ അടുത്താണ് കേട്ടോ. കേച്ചേരി ആളൂർ അവിടെയാണ്. അപ്പോൾ അവിടെ നമ്മൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ പോകുമല്ലോ. ഞാൻ മാമൻ്റെ അവിടെ പോയി കഴിച്ച പഴംപൊരിയുടെ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ട് കേട്ടോ. നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ അവിടെ നിന്ന് പഴംപൊരിയൊക്കെ കഴിക്കാൻ. അവിടുത്തെ ചായക്കടയിൽ, പണ്ടൊക്കെ ചായക്കടയിൽ പോയി ഇരുന്ന് ചായ കുടിക്കണം, അങ്ങനെയൊക്കെയാണ്. ഇപ്പോഴും ഉണ്ട് ചില സ്ഥലത്തൊക്കെ. എന്നാലും എനിക്ക് ആ ഓർമ്മയാണ് കേട്ടോ നമ്മുടെ ഈ പഴംപൊരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ അത് ആ പഴംപൊരിയൊക്കെ ഞാൻ ഇതെല്ലാം നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10 ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തായാലും ഇനി ഫ്രൈ ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് മാവ് റെഡിയാക്കണം. അപ്പോൾ നമുക്കിത് അരിപ്പൊടിയും അതുപോലെ തന്നെ മൈദ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പഴംപൊരിക്കുള്ള മാവ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് മൈദ. അപ്പോൾ ഇതാ ഞാൻ മാവൊക്കെ റെഡിയാക്കി കേട്ടോ. ഇത് അരിപ്പൊടിയും മൈദയും പിന്നെ അതിൽ കുറച്ച് പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്, പിന്നെ കുറച്ച് സോഡാപ്പൊടി എല്ലാം കൂടി ഇട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴംപൊരിക്ക് ആവശ്യമായിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ പഴം നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ എണ്ണയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ ശേഷം നമുക്ക് ഈ പഴംപൊരിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മഴയുമാണ്. ചായയും കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കട്ടെ. എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു പഴം എടുത്ത് ഇതുപോലെ മാവിലിങ്ങനെ മുക്കിയ ശേഷം ഇതങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ 2 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ തോന്നണം കേട്ടോ. അപ്പോൾ 2 എണ്ണം നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഒന്നും കൂടി മാവിൽ മുക്കി അതുപോലെ ഇട്ട് കൊടുക്കുക. ഇതാ നമ്മുടെ മുരിമുരാന്നിരിക്കുന്ന പഴംപൊരി ഇവിടെ റെഡിയാവുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല മഴ സമയത്തൊക്കെ ഇത് കഴിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ. അപ്പം ഞാൻ വേഗം ഒന്ന് ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ പഴംപൊരിയൊക്കെ റെഡിയാകുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് നോക്കാൻ എടുത്താണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്.
ചായയുടെ കൂടെ കഴിക്കുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി വരണം കഴിക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ പഴംപൊരി എല്ലാം അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചായയും കൂടി വെക്കാം കേട്ടോ. അപ്പോൾ രാവിലത്തെ പാല് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ ഞാൻ ചായ വെക്കുകയാണ്. പാൽക്കാരൻ വന്നിട്ടില്ല കേട്ടോ, അവർ 5 മണിയാവും വരാൻ. അപ്പോൾ എന്തായാലും കുറച്ച് പാലുണ്ടല്ലോ, അപ്പോൾ അതിൽ ഞാനിതാ ചായ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ പഴംപൊരിയും നല്ല ചൂട് ചായയും ചൂട് പഴംപൊരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. മഴ സമയത്ത് ഇത് കഴിക്കാൻ സൂപ്പറായിരിക്കും. മഴ അപ്പം ഞാൻ ചായ കുടിക്കട്ടെ. നല്ല ചൂട് ചായ. നോക്കണ്ട എങ്ങനെ അത് കഴിച്ചു നോക്ക് പഴംപൊരി. എങ്ങനെയുണ്ട് നോക്ക്. നോർമല് എങ്ങനെയുണ്ടായിരുന്നു പഴംപൊരി? ഇഷ്ടമായോ? എന്തെങ്കിലും പറ, നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പഴംപൊരി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്. നീ കഴിക്കല്ലേ? അവിടെ ഏതോ ഒരാളിക്കുന്നത് നീ കഴിക്കണേ. അവിടെ ഏതോ ഒരാളിക്കുന്നത് നാണം കെടുക്കുന്നത്. നീ നാണം കെടുക്കുന്നത് സൂപ്പർ. മസ്റ്റ് ട്രൈ. നല്ല ടേസ്റ്റ് അമ്മ ഉണ്ടാക്കി പറയല പറഞ്ഞു. അങ്ങനെയൊന്നും എനിക്ക് വലിയ അവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് പോലെ സൂപ്പർ ആയിട്ടുണ്ട്. എന്റെ അമ്മ ഉണ്ടാക്കിയതൊന്നും ഞാൻ പറയില്ല, വേറെ ആരും ഉണ്ടാക്കുന്നത്. അപ്പൊ എന്റെ പഴംപൊരിനെ കുറിച്ച് നല്ലത് പറയാൻ പറഞ്ഞതാട്ടോ. അവർക്കൊന്നും അറിയുന്നില്ല, അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇഷ്ടായോ അത് പറ. ഇല്ല, ഇതൊക്കെ ഞാൻ എഴുതിയാലിട്ടിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കാണും. ഓക്കെ ഓക്കെ, ഇഷ്ടായോ? ചോദിച്ചിട്ടുണ്ടായിരുന്നു.